എനിക്ക് ചാവണമെന്നുണ്ട്, പക്ഷെ ചാവാൻ പറ്റുന്നില്ല. പിന്നെ ഇത് പറയുമ്പോ ഫുള്ള് ഞങ്ങൾക്ക് തന്നെ ഇവനെ ഞാൻ ഈ സംഭവം ഞങ്ങളോട് പറയുമ്പോ ഇല്ലേ മൂവി കാണുന്ന പോലെ ഉണ്ടായി. സോ ആക്ച്വലി ഇന്നൊരു ഫൺ ടോക്കും കാര്യങ്ങളൊന്നും പറയാനല്ല നമ്മൾ വന്നത്. ഒരു ലൈഫിലൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. ലൈക്ക് ഒരു മാസം മുന്നേ എന്ന് പറയാം, ഒരു മാസം എന്നല്ല, ഏകദേശം ആ ഒരു ടൈം. ഏകദേശം ആ ഒരു ടൈം. അപ്പൊ ഞാൻ മാംഗ്ലൂർ പോയായിരുന്നു. മാംഗ്ലൂർ ലൈക്ക് ഐ ടെൽ യു വാട്ട് ഹാപ്പൻ. മാംഗ്ലൂർ പോയി. സോ ഞാൻ ഇപ്പുറത്തെ എൻഡിലായിരുന്നു. ഞാൻ റോഡ് ക്രോസ് ചെയ്തിട്ട് മോറിലോട്ട് പോയി. അവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ച് ലൈക്ക് സ്കൂട്ടറിലായിരുന്നു. നടുക്ക് ഡിവൈഡറിൻ്റെ അവിടെ വന്നു. ഞാൻ അവിടെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ an ഓൾഡ് പേഴ്സൺ, നല്ല ഏജ് ആയിട്ടുണ്ട്. അയാളിങ്ങനെ നടുവിൽ നിന്നിട്ട് സ്റ്റക്കാണ്, ഇങ്ങനെ ഷിവർ ചെയ്യുന്നുണ്ട്, കാല് ഒന്നും ചെയ്യാൻ പറ്റുന്ന. ഞാൻ വിചാരിച്ചു ക്രോസ് ചെയ്യുമെന്ന്. ഞാൻ അയാളെ നോക്കി. ഹാൻഡിക്യാപ്ഡ് ഒന്നല്ല, അല്ല കറക്റ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ അയാളെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഭയങ്കര ഷിവർ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ക്രോസ് ലൈക്ക് ക്രോസ് ചെയ്ത് തരണോന്ന് ചോദിച്ചു. അപ്പം ഹി വാസ് എ കന്നഡ സംസാരിക്കുന്ന ആളായിരുന്നു. അങ്ങനെ അയാൾ പറഞ്ഞു ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടിയിൽ കയറും, ഞാൻ അങ്ങോട്ട് ക്രോസ് ചെയ്ത് തരാന്ന് പറഞ്ഞു. എനിക്ക് വണ്ടിയിൽ കയറാൻ പറ്റുന്നില്ല, കാലെല്ലാം ഇതാന്ന്. ടൂ വീലറിലുണ്ടായി. അങ്ങനെ ഞാൻ എന്താക്കി, ടൂ വീലർ അപ്പർ സൈഡ് വെച്ചു. ഞാൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് വന്നു നടുക്ക്. ഞാൻ പറഞ്ഞു നിങ്ങൾ വരൂ, ഞാൻ നിങ്ങളെ ലൈക്ക് ഹാൻഡ് ഹോൾഡ്, ഞാൻ അങ്ങോട്ട് ക്രോസ് ചെയ്ത് തരാന്ന്. അങ്ങനെ അയാൾ ക്രോസ് ചെയ്ത് തന്നു. പിന്നെയും ഹി വാസ് ഷിവറിങ് എ ലോട്ട്. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളെ വീട് എവിടെയാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇവിടെ തന്നെ കുറച്ച് മുകളിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളെ ഞാൻ ഡ്രോപ്പ് ചെയ്ത് തരാം, അവിടെ വരൂ ഞാൻ ഡ്രോപ്പ് ചെയ്ത് തരാം. അപ്പം പറഞ്ഞു നിങ്ങൾ വേണ്ട നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ എന്നെല്ലാം പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞു ഡ്രോപ്പ് ചെയ്ത് തരാന്ന് പറഞ്ഞു. നമ്മൾ നടക്കുന്ന ഏകദേശം കുറച്ച് ഹി വാസ് നോട്ട് ഏബിൾ ടു നടക്കാൻ കഴിയുന്നുണ്ടായോ. ലൈക്ക് എനിക്ക് തന്നെ അയാൾ ഇങ്ങനെ പിടിച്ചെടുക്കാം. അയാളൊന്നും നടക്കില്ല, ഫുൾ ഇങ്ങനെ വൈബ്രേറ്റ് ആവുന്നുണ്ട്. ലൈക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ ഇങ്ങനെ ഷേക്ക് ആവുന്നുണ്ട്, എന്തൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ വീട്ടിൽ തരാൻ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് തന്നേ, ഞാൻ അവരെ വിളിക്കാം, അവർ വരട്ടെ. അപ്പൊ അയാൾ പറഞ്ഞു ഇല്ല. ലൈക്ക് അയാൾ വിളിക്കുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ലൈക്ക് ഒരു റെസ്പെക്റ്റോടെ വിളിച്ചെന്നാ. ഇല്ല എൻ്റെ വീട്ടിൽ ആരും ഇല്ല, ലൈക്ക് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ലൈക്ക് ഇങ്ങനെ കുറച്ച് നടന്നു. ഞാൻ ചോദിച്ചു അപ്പൊ നിങ്ങൾക്ക് വേറെ ആരും റിലേറ്റീവ്സ് ഒന്നും ഇല്ലേന്ന് ചോദിച്ചു. അല്ല, ഞാൻ അതന്നെ ചോദിച്ചു അവരോട്. അപ്പൊ അയാൾ പറഞ്ഞു, എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു അയാള്, നിങ്ങക്ക് പയ്യന്നൂർ അറിയോ? പയ്യന്നൂർ ഭയങ്കര എക്സൈറ്റ്മെന്റ് ചോദിച്ചു. അതെങ്ങനെ? അല്ല, കന്നഡ കോൺവെർസേഷൻ ആയിരുന്നു, കന്നഡത്തിൽ സംസാരിച്ചു. അയാൾ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുന്നുണ്ടായി, നീ ഇങ്ങനെ കന്നഡ സംസാരിക്കുമോ? നല്ല കന്നഡ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കാസർഗോഡ് നിറഞ്ഞു. മനസ്സിലായി. അങ്ങനെ ഞാൻ അയാളോട് പറഞ്ഞു എനിക്കറിയാം, പയ്യന്നൂർ അറിയാം. അപ്പം പറഞ്ഞു എനിക്ക് പയ്യന്നൂരിൽ എന്റെ അറിയുന്ന ആൾക്കാർ. ഹി വാസ് എക്സൈറ്റഡ്. കുറച്ചൊരു രീതിക്ക് പയ്യന്നൂരിൽ അറിയുന്ന ആൾക്കാരുണ്ട്. മലയാളിയല്ല. ഹി വാസ് എ കാമത് ഗായ്, കൊങ്കണി. അങ്ങനെ അയാൾ പറഞ്ഞു പയ്യന്നൂരിൽ അറിയോന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അറിയാ. അപ്പൊ ഞാൻ പറഞ്ഞു അവരെ വിളിച്ചൂടെ, നിങ്ങൾ ഇത്ര സിക്കല്ലേ, ഇവിടെ നിക്കണോന്ന്. അപ്പൊ അയാളൊരു കാര്യം പറഞ്ഞു, ഞാൻ അവരെ വിളിച്ചു, പക്ഷെ നിങ്ങൾ വിളിക്കണ്ട, നിങ്ങളെ നമ്മൾ ഓർഫനേജിൽ കൊണ്ടുപോയിട്ട് വിടാന്ന്. ആ ഒരു കാര്യം പറഞ്ഞു. ഐ വാസ് ലൈക്ക് റിയലി സാഡ് ആ ഒരു മൂമെന്റില്. എന്നിട്ട് ഇയാളപ്പോ നിക്കുന്ന ആടാ ആരുമില്ല, ഒറ്റക്ക്. അങ്ങനെ ഞാനപ്പം അയാളെ പിന്നെയും ഞാൻ അവിടെ ഇരുത്തിയേനു. അയാൾക്ക് പറ്റുന്നില്ല, ഒന്നും നടക്കാൻ പറ്റുന്നില്ല. കുറച്ചു നേരം ഇരുന്നു. അപ്പൊ പറഞ്ഞു, എന്നോട് നല്ലോണം സംസാരിച്ചു. എന്നിട്ട് ആ ഗ്യാപ്പിൽ അയാൾ ഒരു കാര്യം പറഞ്ഞു, അതും ഭയങ്കര എപ്പോഴും എൻ്റെ മൈൻഡിൽ സ്റ്റക്കായിട്ടുണ്ടാവും. എനിക്ക് ചാവണമെന്നുണ്ട്, പക്ഷെ ചാവാൻ പറ്റുന്നില്ല. ലൈക്ക് ലൈഫിൽ ആൾക്കാരുണ്ട്, പക്ഷെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെയാ നിൽക്കുന്ന ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, എൻ്റെ ഒരു സിസ്റ്റർ സംതിങ് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞൊരു ഓർമ്മ. അവർ മരിച്ചു, അവരെ ഫാമിലിയൊക്കെ ഉള്ള ബോംബെയിലാണ്. അപ്പൊ ഞാൻ പറയൂ അപ്പൊ നിങ്ങൾക്ക് അവരെ വിളിച്ചൂടെ, അവർ വരൂലേ, നിങ്ങൾ ഒറ്റക്കല്ലേ ഇവിടെ? അപ്പം ഒരു പറഞ്ഞെന്ന് വെച്ചാൽ അവര് ഞാൻ ബർത്ത്ഡേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കും അങ്ങോട്ടേക്ക്, പക്ഷെ കോള് പിക്ക് ചെയ്യൂല. ഇറ്റ് വാസ് ലൈക്ക് സോ ലോൺലി എന്ന് വെച്ചാൽ അയാൾക്ക് ഇപ്പം ഒറ്റക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇവിടെ, ഇപ്പം നിങ്ങൾക്ക് ഇൻകം ഒക്കെ? അപ്പൊ അയാൾ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ ഒരു ബോട്ട്ലിംഗ് ബിസിനസ് ഉണ്ട്, അത് ബോട്ട്ലിംഗ് കമ്പനി ഉണ്ട്. അപ്പം അതിൽ നിന്ന് എനിക്ക് റിട്ടയർഡായി എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിലിങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മുമ്പോട്ട് നമ്മൾ നടന്നു. പിന്നെ അവിടെ അവർക്ക് വേണ്ടത് അവർക്ക് കിട്ടുന്ന ചെലവിന്റെ മാത്രം കിട്ടുന്നുണ്ടോ, വേറെ ഒന്നുമില്ല. അത് കുറച്ച് മുന്നോട്ട് നടന്നു. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ ഇങ്ങനെ കഴിയുന്നില്ലെങ്കിൽ ഒറ്റക്കാടെ പോയെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് വിഷ്ണു വിലാസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിന്റെ മസാല ദോശ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ബസ് കയറിയിട്ട് അവിടെ പോയി.
അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ പോകുന്ന നിങ്ങൾ കാര്യങ്ങൾ വിളിച്ചൂടെ, അവിടെ ഹോട്ടലിൽ കോൾ ചെയ്തപ്പോ കൊടുന്നു തരുന്നുണ്ടല്ലോ അഡ്രസ് പറഞ്ഞ പറഞ്ഞു. അതെങ്ങനെയെന്ന് അറിയില്ല, എന്റെ ഫോൺ നോക്കി, എന്നിട്ട് ഒരു ചെറിയ കീപാഡ് ഫോണായിരുന്നു അത് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അവിടെ വിളിച്ചോട് വെറുതെ. അയാൾ സംഭവം പോകുമ്പം ഹി വാസ് ഫൈൻ, അവിടെ പോയി മസാല ഒക്കെ കഴിച്ചു. പിന്നെ അവിടുന്ന് അയാൾ അവര് നടന്നുകൊണ്ടാണ് വന്നത്. നിങ്ങൾ എന്തിനു നടന്നിട്ട് വന്നത്, നിങ്ങൾക്ക് ഒരു വണ്ടി എടുത്തിട്ട് വന്നൂടായിരുന്നോ? അപ്പൊ എനിക്ക് നടക്കണം തോന്നി, എനിക്ക് മസാല ദോശ കഴിക്കണം തോന്നി. അങ്ങനെ അയാളെ ഫ്ലാറ്റിന്റെ അവിടെ എത്തി. ഹി വാസ് ഫുള്ളി ഷിവറിങ്. അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ സത്യം പറഞ്ഞ ഐ തോട്ട് ലൈക്ക് ഇറ്റ്സ് ഹിസ് ലാസ്റ്റ് മൂമെന്റ് എന്ന്. ആ ഒരു ലെവലായിരുന്നു. അപ്പം അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായി. അവൾ ഫ്ലാറ്റിലെത്തി, അവിടെ സെക്യൂരിറ്റി ഇരിക്കുന്ന ഒരു ചെയർ ഉണ്ടായി, അവിടെ ഇരുന്നിട്ടായിട്ട് എന്നോട് വെച്ചു ചായ കുടിക്കുന്ന, ചായ ആക്കി തരാ വരുന്ന പറഞ്ഞു. വേണ്ട, നിങ്ങൾ ഇവിടെ ഇരിക്കും കുറച്ചു നേരം, നമുക്ക് നോക്കാം. ലൈക്ക് അങ്ങനെ സെക്യൂരിറ്റി ഉണ്ട്. ലൈക്ക് ഹി വാസ് ടോട്ടലി എലോൺ ദേർ. അറ്റ്ലീസ്റ്റ് ഒരു പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് അവരെ അവിടെ ഇരുത്തിച്ചു. അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിക്കാൻ പോലും ഒരു കേട്ടസി കാണിച്ചിട്ടാ. ഈടെ ഭയങ്കര സംഭവം അല്ലേ. എന്തറിയോ, ഇപ്പൊ ഞാൻ റോഡ് സൈഡെല്ലാം കുറെ ആൾ കാണുന്നില്ലേ, പൈസ ഇവർക്കിപ്പോ ചെലവിന് വരുന്നുണ്ട്, ഒരു നിൽക്കാനുള്ള ഒരു ഇതുമുണ്ട്. ബട്ട് സ്റ്റിൽ അങ്ങനെ എന്നിട്ട് അവിടെ അവരിരുന്നു. ഞാൻ കുറച്ചു നേരം സംസാരിച്ചു, കംഫർട്ട് കൊടുത്തു. പിന്നെ ഒരാൾ കാറിൽ വന്നു. അറ്റ്ലീസ്റ്റ് ആ ഒരു ഫ്ലാറ്റിലുള്ള ഒരാള്, അവിടെ തന്നെ ആള് എന്തായിന്ന് പോലും തിരിഞ്ഞു നോക്കിയിട്ടാ. എന്നിട്ട് ഞാൻ അവരെ നോക്കുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് എന്നോട് ഒന്ന് സംസാരിക്കും, അപ്പൊ എനിക്ക് കൺവേ ചെയ്യാമല്ലോ ഇങ്ങനെ സംഭവം. അതുപോലും ചെയ്തിട്ടാ. അങ്ങനെ പിന്നൊരു കാര്യം അയാൾ പറഞ്ഞു, ഇത് എന്നുവെച്ചാ ഇവനെ ഞാൻ ഈ സംഭവം ഞങ്ങളോട് പറയുമ്പോ മൂവി കാണുന്ന പോലെ ഉണ്ടായി. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞു, ഇത് ഞാന് ഉറങ്ങുന്നത് ഡോറ് തുറന്നിട്ടെന്ന്. വാട്ട് ഇഫ് ഐ ഡൈ ടു നൈറ്റ്? ആർക്കെങ്കിലും ഡോറ് വിളിക്കണ്ടല്ലോ, അവർക്ക് വന്നിട്ട് എന്നെ എടുത്തിട്ട് പോവാലേന്ന്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോല്ലേ എനിക്ക് എന്ത് ചെയ്യണം. ലൈക്ക് ലിറ്ററലി അന്ന് എനിക്ക് കോൾ ചെയ്തു. ഈ ഒരു ഷൂട്ടിന്റെ കാര്യം പറയാനായിരുന്നു. ലൈക്ക് ഒരു എഡിറ്റിംഗ് ചെയ്തോണ്ട എനിക്കില് അപ്പം കോൾ ചെയ്തു. ഞാൻ കോള് കട്ട് ചെയ്തു. എനിക്ക് ഐ വാസ് ലൈക്ക് ലിറ്ററലി ഇൻ ടിയേഴ്സ്. എനിക്ക് കോൾ പിക്ക് ചെയ്യാൻ പറ്റില്ല. കുറെ നേരം സംസാരിച്ചു. കോള് കട്ടായിക്കൊണ്ടായി. അങ്ങനെ ഞാൻ അവിടുന്ന് റിട്ടേൺ വന്നു. അവരോട് പറഞ്ഞു ഓക്കെ അല്ലേ, നിങ്ങൾ പോവൂലേ? എന്നിട്ട് ഞാൻ നമ്പർ എടുത്തു. നമ്പർ എടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങളെ വിളിക്കാം ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് വന്നു. ഞാൻ അപ്പം തന്നെ നിഖിലിനെ വിളിച്ചു. നിഖിലിനെ വിളിച്ചിട്ട് ഇത് കൺവേ ചെയ്തു, ഇങ്ങനെ ആയിരുന്നു നിഖിലെ. അങ്ങനെ കൺവേ ചെയ്തു, ഇങ്ങനെ സംഭവമായിരുന്നു. അപ്പൊ ഞാൻ നിഖിലോട് പറഞ്ഞു ഇന്റർവ്യൂ ഒരു ലെവൽ എത്തണമെന്നില്ല, പക്ഷെ നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് അത് നമ്മൾ ഒരിക്കലും കണ്ടന്റ് ആയിട്ട് ഷൂട്ട് ചെയ്യൂല. അത് നമ്മൾ അഗ്രി ചെയ്ത കാര്യമാണ്. നമ്മൾ ഒരു 10 പേർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റിയ അത് വലിയ കാര്യമാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞാൻ എൻ്റെ അമ്മക്ക് വിളിച്ചു, ഈ ഒരു കാര്യം പറഞ്ഞു. ലൈക്ക് ഞാൻ വീട്ടിലോട്ട് വന്നു. ആഫ്റ്റർ 2 days ഞാൻ പിന്നെ അവർക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഏകിതീറി സുഖല്ലേ, ഓക്കെ ഹെൽത്ത് എന്നെല്ലാം പറഞ്ഞു. ഇങ്ങനെ മിണ്ടിക്കൊണ്ടൊക്കെ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ വീട്ടിൽ എന്താ ചെയ്യുന്ന വെച്ചു. അപ്പം പറയും ഒന്നും ചെയ്യാറില്ല, എൻ്റെ പണ്ടത്തെ ഒരു റേഡിയോ ഉണ്ട്, ആ റേഡിയോ വെച്ച് കേൾക്കുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു നിങ്ങൾക്ക് ലൈക്ക് ഫോണില്ല അല്ലെ, ടി വി ഒന്നും ഇല്ലേ, നിങ്ങൾ കാണൂലേന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ടി വി ഉണ്ട്, പക്ഷെ അത് വർക്കാന്നില്ല, കുറെ ടൈമായി, എന്താക്കണ്ട അറിയില്ല. അപ്പൊ എന്നോട് ചോദിച്ചു അത് എങ്ങനെ എത്ര ആവും ശരിയാക്കാൻ പറ്റുമോ എന്നെല്ലാം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ശരിയാക്കണ്ട ലൈക്ക് ആ ഒരു രീതിക്ക് പറഞ്ഞു. അയാൾ പെട്ടെന്ന് ടപ്പെന്ന് കട്ടാക്കിട്ട് പോയി. അങ്ങനെ ലൈക്ക് റീസെന്റ് നമ്മള് ഷൂട്ടൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ ബിസി ആയിരുന്നു. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ മംഗലാപുരത്ത് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അത് ശരിക്കും ഈ നിഖിലിനോട് പറഞ്ഞ അന്ന് ഞാൻ ഫ്രീ ഉണ്ടായിച്ച ഷൂട്ടിന്റെ ഇതായിട്ട് ബിസി. എന്നോട് ഇവൻ പറയുന്നത് നെക്സ്റ്റ് ഡേ. സോ നെക്സ്റ്റ് ഡേ ഇവൻ പറയുമ്പോ എനിക്ക് ആകെ പ്രാന്തായി പോയി. പറയുമ്പോ എന്തറിയോ ഞങ്ങൾക്ക് തന്നെ അത് ഫീൽ ആക്കാൻ പറ്റുന്നില്ല, ഈ ഒരു പറയുന്നതും ആ ഒരു സിറ്റുവേഷനും. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു നമുക്ക് ഇന്ന് തന്നെ പോവാന്ന് പറഞ്ഞു. ബട്ട് അങ്ങനെ സഡൻലി കയറി ചെല്ലുന്നൊരു ഇതിലല്ലല്ലോ ഉള്ളത്, ഒരു ഫ്ലാറ്റിലുള്ളത്. ഞങ്ങൾ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ അതിൻ്റെതായ പ്രിക്കോഷൻസ് എടുത്തിട്ടേ പോണം. പിന്നെ അതന്നെ ഇല്ല. അങ്ങനെ നമുക്ക് അതന്നെ നമ്മൾ മംഗലാപുരത്തെ ഷൂട്ടിന്റെ മുന്നത്തെ ദിവസം ഞാൻ ജസ്റ്റ് ഒന്ന് അവർക്ക് കോൾ ചെയ്തു. ഞാൻ പറഞ്ഞു അർജുന് ഓർമ്മയുണ്ടാ? അപ്പൊ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എനിക്ക് കെടുക്കണം, ഞാൻ കെടുക്കുന്നുണ്ട്, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. അത് എപ്പോന്നറിയോ, നമ്മളിപ്പോ റീസെന്റ് കണ്ടന്റ് ഷൂട്ട് ഉണ്ടായല്ലേ, പോഡ്കാസ്റ്റ് ഷൂട്ടിന്റെ. ഇപ്പൊ നാളെ രാവിലെ പോകുന്നെങ്കിലേ ഇന്ന് വൈകുന്നേരം ഇവിടെ ഇരുന്നിട്ട് വിളിച്ചു. എന്നിട്ട് നമ്മള് ആ പിറ്റേ ദിവസം കണ്ടന്റ് ഷൂട്ടിന് പോയി. പോകുന്ന രാവിലെ ട്രൈ ആയിക്കോളുണ്ട് കോള്.
എടുക്കുന്നില്ല. എന്നിട്ട് അത് നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയേ, ഉം. ഫുഡ് കഴിക്കാൻ പോയ ടൈമില് നീ അപ്പുറത്തുണ്ടല്ലോ, നമ്മള് മസാല ദോശ വാങ്ങിച്ചത് നിനക്ക് അറിയില്ലേ? ആ ടൈമിലാ. നീ ചോദിച്ചിട്ട് എന്തിനു മസാല ദോശ അതെ, മേടിച്ചെന്ന്. അങ്ങനെ മസാല ദോശ കയ്യില് കാറിലുണ്ട്. അങ്ങനെ ഞാൻ അവർക്ക് വിളിച്ചു. കാരണം പെട്ടെന്നൊന്ന് അവിടെ മംഗലാരത്തുണ്ട്, നമ്മൾ ജസ്റ്റ് ഒന്ന് വരുന്നത് ഇങ്ങനെ. അപ്പൊ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഹലോ എങ്ങനെ ഓർമ്മ അർജുൻ? അങ്ങനെ അർജുൻ വെച്ചാൽ ഓൾഡ് ഏജ് പേഴ്സൺ അല്ലേ, അർജുന് എങ്ങനെയുണ്ട്? അപ്പൊ അയാളില്ലേ എക്സ്പെക്ട് ചെയ്യാതൊരു കാര്യം പറഞ്ഞു, ഇനി എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു. അതെനിക്ക് ഷോക്കായിട്ടോ. മേ ബി ബിക്കോസ് ഹി ഈസ് ഡിപ്രസ്ഡ്, മേ ബി ബിക്കോസ് എന്റെ ലൈഫിൽ എന്റെ ഫാമിലിക്ക് ഇല്ലാതെ സ്നേഹം പിന്നെ ഒരുത്തൻ എന്തിനു കാണിക്കുന്നതായിട്ട്. അത് അവരൊരിക്കലും കുറ്റം പറയാൻ പറ്റൂല. പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര ഷോക്ക്. നമ്മള് എല്ലാരും ഇവരെല്ലാം പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ അവരെ കാണും. അതും മസാല ദോശ ഇഷ്ടമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആദ്യം അതേ ഹോട്ടലിലേക്ക് പോയി ആടെ തന്നെ എടുത്ത്. ലൈക്ക് അതെന്ന് വെച്ചാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നു. മേ ബി ഒരു നല്ലോണം മേ ബി ഹിസ് ലോസ്റ്റ് എന്ന് പറയാം. എന്ത് സംഭവം അറിയില്ല. ബട്ട് സ്റ്റിൽ നീ ആലോചിച്ച് നോക്ക്, പറയുമ്പോ പൈസ അല്ലോ എന്ന് പറയുന്നത്. ഇപ്പൊ നോക്ക്, ചിലവർക്ക് വീടില്ല, കുറേ ടൈപ്പ് ആൾക്കാരുണ്ടാന്ന്. ഇവർക്ക് താമസിക്കാനുള്ള വീട്, അത് എങ്ങനെ ആരുണ്ടാക്കിയതായിട്ട് എന്തോ ആട്ട് താമസിക്കാനുള്ള ഒരു വീടുണ്ട്. പൈസ ചെലവിന് മാസം അവർക്ക് വേണ്ടത് വരുന്നുണ്ട്. ഇവിടെ നീ നോക്ക്, ആൾക്കാരുണ്ടായിട്ടും ആൾക്കാരില്ല. അയക്കറിയും ഓക്കെ ഉണ്ട്, അവിടെ പോയെങ്കിൽ ആൾക്കാരുണ്ട് എന്നറിയും. അങ്ങനത്തെ എത്ര ആൾക്കാരുണ്ട്. സോ അങ്ങനത്തെ ഒരു ഇതിലാണ് ഇവൻ ഈ ഒരു കഥ ഇവന് പറഞ്ഞു. സത്യം പറഞ്ഞു, അതിപ്പോഴും കേൾക്കുമ്പോ നല്ല ബേജാറാണ്. പക്ഷെ ഈ ഓൾഡ് ഏജ് വയസ്സിലൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുന്നത് ഭയങ്കര ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പറയുന്നത് എന്തറിയോ, ഈ കുറച്ച് ഏജ് ആയെങ്കിൽ ഈ പിള്ളേരെ മനസ്സിലാക്കുന്നല്ലോ. സോ ഓരോ മൈൻഡ് എങ്ങനെ സോഫ്റ്റ് എല്ലാം ഉണ്ടാവും. സോ അങ്ങനത്തെ ഒരു ഇതിന്റെ ബാക്കിലാണ് നമ്മ ശരിക്കും പറഞ്ഞ ഇതിപ്പോ ഒരു എപ്പിസോഡ് അങ്ങനല്ല, ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണോന്ന്. ബട്ട് പിന്നൊരു സംഭവം ഉണ്ട്, ഇത് ഷെയർ ചെയ്യുന്ന ഞമ്മക്ക് ഈ ഒരു സംഭവം സ്ട്രൈക്ക് ആയപ്പാട് പിന്നൊരു സംഭവം മൈൻഡിലേക്ക് വന്നു, ഒരു സംഭവം ചെയ്യണം. അതും ഞങ്ങ അതിപ്പോ അറിയില്ല അതിപ്പോ എപ്പിസോഡായി ചേർക്കോ. ബിക്കോസ് നമുക്കത് അതിനിപ്പോ ഞങ്ങൾ കുറച്ചാളോട് മുൻപ് എത്ര അല്ലേ. സോ ഒരാൾക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണോന്ന് വിചാരിച്ചു. സോ നമ്മളെ ഈടെ തന്നെ വേണ്ടാന്ന് പറഞ്ഞിച്ച്, മക്കളായിട്ട് ആരുമായിട്ട് വേണ്ടാന്ന് പറഞ്ഞ് കളഞ്ഞങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. അവരെ നമുക്കിപ്പോ ഓരോ ആൾക്കാരെ പരിധിച്ച് പോയിട്ട് കൊടുക്കാനുള്ള ഇതിപ്പോ ഞങ്ങളതില് കുറച്ച് ഇതുണ്ട്, ബുദ്ധിമുട്ടാവും. സോ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് കൊടുക്കുന്നത് നല്ലതെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പൊ ഞമ്മക്ക് ഫണ്ടിങ് ഇഷ്യൂ സംഭവം എല്ലാം കുറെ പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരാളെ കോണ്ടാക്ട് ചെയ്തു. ജസ്റ്റ് പറഞ്ഞു വിളിച്ച് ഈ സംഭവം പറഞ്ഞു ഇങ്ങനെ ആയിച്ച് ഞങ്ങൾക്ക് ഇതൊന്ന് കൊടുക്കണമെന്നുണ്ട്. സോ ഫണ്ട് ഇഷ്യൂ ഉണ്ട്. അപ്പോ സ്പോൺസർഷിപ്പിനാണ് ഞങ്ങൾ വിളിച്ചത്. നിങ്ങൾ സ്പോൺസർഷിപ്പ് പറഞ്ഞിട്ട് ഒന്നും നിങ്ങൾ തലച്ചൂടാക്കണ്ട, നിങ്ങൾ നേരെ വാ, ഞാൻ സെറ്റാക്കാന്ന് പറഞ്ഞു. അത് അയാളൊരു നല്ല മനസ്സ്. ഒരിക്കലും ലൈക്ക് ആർക്കും ഇപ്പം ചെയ്യണമെന്നില്ല, കാരണം അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാം. നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞു, അപ്പം അവര് പറഞ്ഞ ഒരേ കാര്യം കൊടുക്കാം. അവര് കുറെ കൊടുക്കുന്നുണ്ടാവും, കുറെ ചെയ്തിട്ടും ഉണ്ടാവും. ബട്ട് ഞങ്ങൾക്ക് ഇത് ഭയങ്കര സ്പെഷ്യൽ എന്തെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ റിയൽ ലൈഫിൽ ആ ഒരു ഇൻസിഡന്റ് അവരോട് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പൊ എന്ത് ഇപ്പം പറയുമ്പോൾ ഞമ്മക്ക് അതെന്താ വെച്ച് ഫീൽ ആകുമ്പോൾ ഒരു ടീം അയച്ചുള്ള. സോ ഇത് നാലാമത്തെ ഒരാൾക്ക് ഇതേ ഒരു ഫീലിംഗിൽ കേൾക്കണമെന്നില്ല. അവരതും കേട്ടു, ആ സ്പോട്ടിൽ അവർ പറഞ്ഞു ഓക്കെ സെറ്റാക്കാന്ന് പറഞ്ഞു. സോ സത്യം പറഞ്ഞെങ്കിൽ നമ്മളെ ഇതിലേക്ക് വന്ന ഫസ്റ്റ് ഒരു സ്പോൺസർഷിപ്പ് എന്ന് പറയാം. ബട്ട് ഫോർ എ ഗുഡ് ഡീഡ് അതാണ് സന്തോഷമുള്ള. അപ്പോ വേറെ ആരുമല്ല, പവനേട്ടൻ ശിവ ഡെക്കോർ. ആളൊരു ബിസിനസ്മാൻ ആണ്. സോ നമ്മുടെ ഒരു ഫസ്റ്റ് നമ്മളൊരു വലിയൊരു വിഷയമായിരുന്നു. ബട്ട് ഇതിൽ നിന്ന് ഒതുങ്ങൂല ഒരിക്കലും. നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം അതൊരിക്കലും കണ്ടന്റ് ആയിട്ട് വരൂല. വിൽ ബി ഡൂയിങ് ദാറ്റ് സൈമൾട്ടേനിയസ്ലി. ലൈക്ക് ചെയ്യണമെന്നുണ്ടായി. പിന്നെ ഒരു സജഷൻ ഞങ്ങൾക്ക് വന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഈ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവരെ ഈ കണ്ടന്റ് ആയി ചേർക്കാത്തത് അവരെ പേഴ്സണൽ ലൈഫിന് ഭയങ്കര എഫക്റ്റ് ആവും. സോ ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിപ്പോൾ ലൈക്ക് ഒരു ഓർഫനേജ് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ഉള്ളത്.
സോ അത് ആടുത്ത ലൈഫിനെ ഞങ്ങൾക്ക് കാണിക്കണമെന്നൊരു ഇതുണ്ട്. കാരണം നാളെ ഇപ്പൊ നിങ്ങൾക്ക് അത് ഇങ്ങനെ കാണിക്കണം അല്ലെങ്കിൽ കൊടുക്കണോ എന്നുള്ളതിനൊരു എന്താ പറയുക, ഒരു പ്രചോദനമാവും. സോ ആ ഒരു ഇതില് ഞമ്മടെ പോയിട്ട് റേഞ്ചിലെത്തിയാലും അതെ അത് കൊടുക്കണമെന്ന് എന്തായെന്ന് തോന്നും. അതിപ്പോ ഇങ്ങനെ എന്താണോന്നില്ല, നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ. കാരണം കുറെ ആൾക്കാരുണ്ട്. പിന്നെ ഒരു സംഭവം ഉണ്ട്, ഞമ്മ പോയിട്ട് പൈസ തന്നെ കൊടുക്കണമെന്നില്ല. അറ്റ്ലീസ്റ്റ് അവരുടെ അടുത്ത് ഒരു 5 മിനിറ്റ് സംസാരിച്ചാലും മതി, ഇരുന്ന് സംസാരിച്ചാൽ മതി, ഒരു ഹാപ്പി ആവും. കാരണം എന്റെ കൂടെ അയാൾക്ക് അവർക്ക് സംസാരിക്കുമ്പം ലൈക്ക് ഹി വാസ് ഹാപ്പി. അതിപ്പോ അങ്ങനെ ആക്കിയെങ്കിലില്ലേ, ഈ പറയുന്നത് ഈ മരിക്കുന്ന ടൈമില് മരിച്ച ശേഷം 10 മിനിറ്റ് ബ്രെയിൻ ഫങ്ഷനിങ് ഉണ്ടാവും. അപ്പോ ലൈഫിലുള്ള എല്ലാ ഗുഡ് മെമ്മറീസ് ബാഡ് മെമ്മറീസ് നമുക്ക് ഓർമ്മ വരും. അപ്പോ ആ ഒരു മെമ്മറിയില് ഞമ്മ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്തെങ്കിൽ ആ മെമ്മറിയിൽ ഞങ്ങളും ഉണ്ടാവും. അതൊരു ബ്ലെസ്സിങ് അല്ലേ? അത് ആരുമായിട്ട് സംഭവം പറഞ്ഞെങ്കിൽ നാളെ മരിക്കുന്ന തന്നെ ആൾക്കാർ, ഞങ്ങളെങ്കിലും മരിക്കുന്ന തന്നെ ഇല്ല എന്നല്ല. ബട്ട് ഇത് അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇത് ഷെയർ ചെയ്തിട്ട് നമുക്ക് വി ആർ നോട്ട് ഗെറ്റിംഗ് എനിത്തിങ് ഔട്ട് ഓഫ് ഇറ്റ്. മേ ബി നാളെ നിങ്ങൾ പറയും നമ്മള് ഇറ്റ് ഈസ് കുക്ക്ഡ് അപ്പ്, ഇറ്റ് ഈസ് ദാറ്റ് ദിസ് ആൻഡ് എവറിത്തിങ്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. ആ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് നിങ്ങളോട് ഇപ്പം പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല അല്പം. അതും പിന്നെ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരാൾ ഞങ്ങൾ പറയുമ്പോൾ തന്നെ അവർ ആ നല്ലൊരു സപ്പോർട്ട് ആക്കിയിട്ട് നമുക്ക് വന്നു. മേ ബി അവരുടെ സൈഡിൽ നിന്ന് ആ ഒരു റെസ്പോൺസ് കിട്ടിച്ചെങ്കിലേ ഞങ്ങൾ ഇപ്പോഴും കുറച്ച് ഫണ്ടായിരുന്നു ആക്കിച്ച് ഇത് ഡിലേ ആവാൻ ചാൻസ് ഉണ്ടായി. ഇതിപ്പോ ഞങ്ങൾ നാളെ തന്നെ പോകുന്നുണ്ട്. എല്ലാം എല്ലാം പെട്ടെന്ന് ഓർ പറഞ്ഞ് അവിടെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ഫുഡെല്ലാം ഓർഡർ ആക്കി എല്ലാം. അങ്ങനത്തെ നല്ല മനസ്സിലായ ആൾക്കാർ ഇനിയും സപ്പോർട്ട് ആക്കിട്ട് തന്നെ വരും. അതെ, ഞങ്ങൾക്ക് ഞങ്ങളെ റേഞ്ചിൽ തന്നെ ഞങ്ങൾ ആൾക്കാരെ പിടിച്ചിട്ട് ചോദിച്ചതാണ് അവർക്ക്. അവർ ഞങ്ങൾക്ക് അത്ര പിന്നെ ചോദിച്ചപ്പാടന്നെ ഞങ്ങൾക്ക്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റേ പറഞ്ഞ കാര്യം, എനിത്തിങ് ഇഫ് അറ്റ് ഓൾ യു നീഡ് ടു ഗിവ് സംതിങ്, ഇറ്റ്സ് നോട്ട് അസ്. ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾ കൊടുക്കുക, അത്രേ ഉള്ളൂ. അതിപ്പോ നാളെ ഞങ്ങൾ പോകുന്ന പ്ലേസിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തൊന്നും അറിയില്ല. പിന്നെ ഒരു സംഭവം ഉണ്ട്, ഈ ചില ബസ് സ്റ്റോപ്പിലോ അല്ലെ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസില് ചില ആൾക്കാർ വെറുതെ തലേന്നായിട്ട് ചിരിച്ചിട്ടുണ്ടാന്ന്. ഫസ്റ്റ് പറയുന്നത് എന്തെന്നറിയോ, കുടിച്ചിരുന്നേ. സോ അങ്ങനത്തെ ആൾക്കാരുണ്ട് കുടിച്ച് തോട്ടിൽ പോന്നിട്ടുണ്ടാന്ന്. പറ്റൂല. അറ്റ്ലീസ്റ്റ് പോയിട്ട് ചോദിക്കുമ്പോ മനസ്സിലാവും എന്താന്നുള്ളത്. ഇപ്പൊ മിഞ്ഞാന്നത്തെ കാര്യം പറയാം, അവർ ശിവറായിക്കൊണ്ട് വരുന്നുണ്ട്. വേണമെങ്കിൽ വിചാരിക്കാ ഇത് കുടിച്ചിട്ട് വരുന്നത് എന്ന്. കാരണം മെന്റാലിറ്റി അങ്ങനെ ഇപ്പൊ ആൾക്കാരാ. ചിലപ്പോ ഞങ്ങൾ അങ്ങനെ ജഡ്ജ് ചെയ്ത് ചെല്ലാം ഉണ്ടാവും കുറെ ആൾക്കാരാ. റിയലൈസ് ആവുന്നത് എപ്പോന്നറിയോ, ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് വരുമ്പോ. ഇന്ന കാര്യം നമ്മൾ പറയണമെന്നുണ്ടായി, ഇതൊന്ന് കൺവേ ചെയ്യണമെന്നുണ്ടായി. വിൽ ബി ഡൂയിങ് ഗുഡ് ഡീഡ്സ് ത്രൂ ഔട്ട് ദിസ് അന്തർവ്യൂ ജേർണി. അപ്പം അത് പറഞ്ഞിട്ട് അതിനെ നിങ്ങൾക്ക് സപ്പോർട്ട് നമുക്ക് എങ്ങനെ, അത് ലൈക്ക് ഓഡിയൻസിന്റെ ഇഷ്ടം. കാരണം ഇത് നിങ്ങൾക്ക് ഒരു പ്രചോദനമാവട്ടെന്ന് മാത്രം വേണ്ടിയിട്ടാണ് ഈ ഒരു. പിന്നെ ഞങ്ങൾ ഈ ഒരു സംഭവം ഷെയർ ചെയ്യണോന്ന് വിചാരിച്ച് റോ അയച്ച് അങ്ങനെ കുറെ സെറ്റപ്പ് അങ്ങനെ ഇങ്ങനെ ഒന്നും ആക്കിച്ച. ജസ്റ്റ് വിചാരിച്ചു വന്ന് ഷൂട്ട് ചെയ്തു. ഞങ്ങൾ ഇപ്പൊ കുറെ ഷൂട്ടിലും ഇവര് വേറെ വർക്കിലെല്ലാം പോയിട്ടുണ്ടായി. ജസ്റ്റ് ഒരു കുറച്ച് ടൈം എടുത്തു, വന്നൊരു ഹാഫ് ആൻ അവറിലേക്ക് ടൈം കൺവേ ചെയ്യണം ഇതൊക്കെ ഒന്ന് അത്രേ. ബിക്കോസ് അതന്നെ നിങ്ങളെ സൈഡിലുള്ള ആൾക്കാർ എല്ലാരും ചിലര് ഇല്ല, ഇപ്പൊ നമ്മളെ അറൗണ്ട് ഉള്ള ആൾക്കാർ തന്നെ കാണുമ്പോ ഹാപ്പി ഉണ്ടെങ്കിലും മനസ്സിനുള്ളിൽ കുറെ സംഭവം ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് പോയിച്ച് എന്തായിന്ന് ചോദിക്കാൻ ഒരാളുണ്ടെങ്കിലും മതി. അപ്പൊ നോക്കിട്ട് അതിപ്പോ എന്തായിട്ടും ആ ഒരു ഓർഫനേജ് കൊടുക്കുന്ന ചെറിയ രീതിയിൽ നമ്മൾ അതെന്താച്ചു ഇതാ. കാരണം ഞങ്ങളെ ഈ ഒരു വീഡിയോ കണ്ടിച്ച് നാളെ ആ ഒരു ഓർഗനൈസേഷനും കുറെ ആൾക്കാർ സപ്പോർട്ട് അയച്ചു വരുമല്ലോ, അങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. സോ അതിന്റെ ഒരു ചെറിയൊരു എപ്പിസോഡ് വിടാം. ഓക്കെ എന്നാ താങ്ക് യു.